വീരജവാന്റെ ജീവനെടുത്തതാര് എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ MT രമേശ്, സുബേദാർ രാംകിഷൻ ഗ്രേവാളിൻ്റെ ജീവത്യാഗത്തിൻ്റെ ഉത്തരവാദിത്തമാർക്കാണ്? നിർഭാഗ്യകരമായ സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു പൂർവ്വ സൈനികനായിട്ടുള്ള ഒരാൾ മരിക്കാനിടയാകുന്ന സാഹചര്യം അത് അങ്ങേയറ്റം നിർഭാഗ്യകരമാണ്. പക്ഷേ ഇതിനാസ്പദമായിട്ട് പറയുന്ന കാര്യങ്ങൾ എത്രമാത്രം വസ്തുതാപരമാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. വൺ റാങ്ക് പെൻഷൻ പദ്ധതി പ്രാവർത്തികമാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നമാണ് ഈ ആത്മഹത്യയിലേക്ക് നയിച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത്. പക്ഷേ ആ പദ്ധതി രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഈ പദ്ധതിയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ, തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇതൊരു ചെറിയ സാമ്പത്തിക ബാധ്യതയുള്ള പദ്ധതിയാണ് എന്നായിരുന്നു വിശ്വാസം. പക്ഷേ ആ പദ്ധതിയുടെ വിശദാംശങ്ങളിലേക്ക് പോയപ്പോൾ അതിൻ്റെ കണക്കെടുപ്പ് പൂർത്തിയാക്കിയപ്പോഴാണ് ഏതാണ്ട് 10,000 കോടിയിലേറെ രൂപ വേണ്ടി വരുന്ന പദ്ധതിയാണ്. അതുകൊണ്ട് അത് ഒറ്റയടിക്ക് എല്ലാവർക്കും കൊടുക്കാൻ സാധിക്കുകയില്ല. 4 ഇൻസ്റ്റാൾമെൻ്റായിട്ട് സൈനികരുടെ കയ്യിലേക്ക് ആ തുക എത്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞു, അതിൽ 10,000 കോടി രൂപ വേണ്ട ഒരു പദ്ധതിയിൽ 5,500 കോടി രൂപ ഇപ്പോൾ തന്നെ ചെലവഴിച്ചിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ആ പദ്ധതി പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ അതിൻ്റെ പേരിൽ ഒരു പൂർവ്വ സൈനികനായിട്ടുള്ള ഒരാൾ, ഒരു വിമുക്ത ഭടൻ എന്തിനാണ് ആത്മഹത്യ ചെയ്തത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നില്ല. അതിൻ്റെ വസ്തുതകൾ ഇനിയും പുറത്തു വരേണ്ടതായിട്ടുണ്ട്. ശ്രീ ടോം വടക്കൻ, ഇവിടെ ഒരു ആശയക്കുഴപ്പം സംഭവിച്ചിരിക്കുന്നു. പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ഈ വിമുക്ത ഭടൻ ഇങ്ങനെ ചെയ്തു എന്നറിയില്ല. ചുരുക്കി പറഞ്ഞാൽ രാംകിഷൻ ഗ്രേവാളിന് മരിക്കുന്നതിന് മുമ്പ് കുറെ കൂടി കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടായിരുന്നെങ്കിൽ ജീവിതം തുടരാനാകുമായിരുന്നു എന്നാണ് ശ്രീ MT രമേശും BJP നേതൃത്വവും ഒക്കെ ഇപ്പോൾ ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. തൃപ്തികരമാണോ ഈ വിശദീകരണം? രമേഷ് ജി ഒരുപക്ഷെ കേസ് സ്റ്റഡി ചെയ്തിട്ടുണ്ടാവില്ല. ഇവരുടെ ക്യാബിനറ്റ് മിനിസ്റ്ററായ മിസ്റ്റർ VK സിംഗ് പറയുന്നത് അയാളുടെ മെന്റൽ സ്റ്റേറ്റ് എൻക്വയറി ചെയ്യണം. 1. 2, OROPയുടെ ഇഷ്യൂമെയാണോ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്? ചോദ്യം ഇതാണ്. സ്യൂസൈഡ് നോട്ടിൽ വ്യക്തതയോടെ ഈ വീരജവാൻ കാര്യം പറഞ്ഞിരിക്കുന്നു. രാഷ്ട്രത്തിനു വേണ്ടിയും മിലിറ്ററിക്ക് വേണ്ടിയിട്ടാണ് ഈ ആത്മഹത്യ ചെയ്യുന്നത്. വ്യക്തതയുണ്ട്. OROP നടപ്പിൽ ആക്കിയിട്ടില്ല. പ്രസംഗിക്കുന്നു. നമ്മുടെ സോൾജേഴ്സിന് വേണ്ടി, ഈ വീര സോൾജേഴ്സിന് വേണ്ടി ഇവരെ രാഷ്ട്രീയം ചെയ്യാണ്. അവരുടെ എല്ലാ ഓപ്പറേഷനും ആർമിയുടെ ബേസിസുമെയാണ് നടക്കുന്നത്. ഒരു എക്കണോമിക് ഫെയിലിയറാണ് അക്കർ ചെയ്തിരിക്കുന്നത്. ഇന്ന് ഡൽഹിയിൽ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ആ വീർ ജവാനിന്റെ കുടുംബക്കാർക്ക് രാഹുൽ ഗാന്ധിയെ കാണണമെന്ന് പറഞ്ഞപ്പോ ഹോസ്പിറ്റലിൽ രാഹുൽ ഗാന്ധിയെ കടത്തിയില്ല. ഈ ഫാമിലീനെ അടക്കം ഡിറ്റൻഷനിൽ വെച്ചു. ഡിറ്റൻഷനിൽ വെക്കുന്നതിനേക്കാൾ മുമ്പ് അടി കൊണ്ടു അവര്. ഒരു വീര ജവാന്റെ ജീവൻ പ്രസിഡൻഷ്യൽ അവാർഡ് കിട്ടിയ വ്യക്തിയാണ്. അവരുടെ ഫാമിലി, മകൻ, അവരുടെ അച്ഛൻ, അവരൊക്കെ അടിച്ചു പാർക്കിംഗ് ലോട്ടിൽ വെച്ചു വെല്ലിംഗ്ടൺ ഹോസ്പിറ്റലിലെ. ഞങ്ങളുടെ ചോദ്യം ഇതാണ്. ഇവർ ആർമിയുടെ വീരകൃത്യത്തിന്റെ ബേസിസിൽ വോട്ട് വാങ്ങിക്കുന്നു. ഇതാണോ ആർമിക്കാരെ കാണിക്കുന്നത്? ഇതാണോ ഒരു എക്സ് സോൾജറിനോട് കാണിച്ച ഒരു ഇവരുടെ വീരകൃത്യം? അവരുടെ ഇന്ന് ഈ സമയം വരെ, സംസാരിക്കുന്ന സമയം വരെ ആ ഫാമിലി എവിടെയാണെന്നുള്ള കാര്യം അറിയില്ല. ഡൽഹി പോലീസ് അവരെ നീക്കിയിരിക്കുന്നു. ആരാണ് ഡൽഹി പോലീസിനെ കൺട്രോൾ ചെയ്യുന്നത്? ചോദ്യങ്ങൾ രാജ്യം ചോദിക്കും. ഈ ആർമിയുടെ വീരകൃത്യങ്ങളെ പറ്റി പറയുമ്പോ ഇതാണോ ഇവരുടെ കാഴ്ചപ്പാട്? ഇതാണ് രമേശ് മനസ്സിലാക്കേണ്ടത്. OROP നടപ്പിലാക്കി. OROP എന്ത് നടപ്പിലാക്കി? പോളിസി ഇഷ്യൂ, പെൻഷൻ ഓർ 1 റാങ്ക് ആണ് ഉദ്ദേശം. പക്ഷെ 1 റാങ്ക് വേരിയസ് പെൻഷൻ ആണ് ആക്കി മാറ്റിയിരിക്കുന്നത്. ചോദിച്ചാ പറയും 40 കൊല്ലമായി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലേ? ഞങ്ങൾ എല്ലാ നടപടികളും ചെയ്തിരുന്നു. ഞങ്ങളുടെ ഫയൽ ലിസ്റ്റ് എക്സാമിൻ ചെയ്തിരിക്കുന്നു. ഞാൻ ഒരു 1/2 മണിക്കൂർ മുമ്പ് ഈ ഫയൽ പഠിക്കുകയായിരുന്നു. ഇതുവരെ കംപ്ലീറ്റ് ഹോംവർക്ക് കോൺഗ്രസ് ഗവൺമെന്റ്, UPA ഗവൺമെന്റ് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ ഗവൺമെന്റ് ഇലക്ഷനിൽ തോറ്റു, നീങ്ങി. വരാൻ പോകുന്ന ഗവൺമെന്റ് റിവാഡിയിൽ പ്രൈം മിനിസ്റ്ററുടെ വാഗ്ദാനം എന്തോ ആയിരുന്നു? റിവാഡിയിൽ പറഞ്ഞത് OROP ആദ്യം പവറിൽ വന്നാൽ നടപ്പാക്കും. എവിടെ പോയി ഈ വാഗ്ദാനം? ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇവിടെ ഒരു സുബേദാറിന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നിരിക്കുകയാണ്.
ആ ആത്മഹത്യാ കുറിപ്പും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇദ്ദേഹം ജന്തർ മന്ദറിലെ സമര പന്തലിലായിരുന്നു. കഴിഞ്ഞ 1.5 വർഷമായി അവിടെ ആ സമരം നടക്കുകയാണ്. അപ്പോൾ സൈന്യത്തെപ്പറ്റി ഒന്നും പറയരുത്, സൈന്യത്തെപ്പറ്റി പറഞ്ഞാൽ അത് അപ്പോൾ തന്നെ ദേശദ്രോഹമാകും എന്ന ഒരു അസഹിഷ്ണുതയുടെ വലിയ മുഖമാണ് രാജ്യത്തെമ്പാടും തുറക്കപ്പെട്ടിരുന്നത്. സൈന്യത്തിനെതിരെ ആരും പറയുകയല്ല. ഏതെങ്കിലും തരത്തിലുള്ളൊരു പരാമർശം എന്തെങ്കിലും സംബന്ധിച്ച് ആരെങ്കിലും നടത്തിയാൽ ഉടൻ തന്നെ പറയും അത് സൈന്യത്തിനെതിരാണ്, അത് രാജ്യദ്രോഹമാണ് എന്നൊക്കെ. ദാ ഇവിടെ ഒരു സൈനികൻ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. MT രമേശിനൊക്കെ എന്തൊരു സഹിഷ്ണുത, എന്തൊരു ക്ഷമയോടെയുള്ള വിലയിരുത്തലിനാണ് അദ്ദേഹം മുതിരുന്നത്. മറിച്ചൊരു സാഹചര്യമാണെങ്കിൽ ഈ ഒരു ശരീരഭാഷയോടെ ശ്രീ MT രമേശ് ഈ ചർച്ചയിൽ പങ്കെടുക്കുമോ? ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ. അല്ല വേണു, നമ്മൾ തന്നെ ഈ ചർച്ചയിൽ പലപ്പോഴും അത് കാണുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. കാരണം സൈനികരെക്കുറിച്ച് ചില ഘട്ടങ്ങളിലൊക്കെ ചില വിമർശനങ്ങളും ആക്ഷേപങ്ങളും നമുക്ക് ഉന്നയിക്കേണ്ടി വന്നിട്ടുണ്ട്. അത് അതിർത്തിയിലെ സൈനികരെക്കുറിച്ചല്ല, മണിപ്പൂരിലോ കാശ്മീരിലോ ഒക്കെയുള്ള സൈനിക നടപടികളെക്കുറിച്ച് നമുക്ക് പലപ്പോഴും ചില ആക്ഷേപങ്ങൾ ഉന്നയിക്കേണ്ടി വന്നിട്ടുണ്ട്. അന്നൊക്കെ BJP വക്താക്കൾ നമുക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപം രാജ്യസ്നേഹമില്ലാത്തവർ നമ്മുടെ ധീരജവാന്മാരെ വിമർശിക്കുന്നു, ആക്ഷേപിക്കുന്നു, പരിഹസിക്കുന്നു എന്നായിരുന്നു. അപ്പോൾ ജവാന്മാരോട് കാണിക്കുന്ന ആദരവ് അത് രാജ്യസ്നേഹത്തിന് തുല്യമായി, രാജ്യസ്നേഹത്തിൻ്റെ തെളിവായി കണ്ടിരുന്നവർ ഇപ്പോൾ ഡൽഹിയിൽ 1.5 വർഷമായി സമരപ്പന്തലിൽ സമരം ചെയ്തിരുന്ന ഒരു വിമുക്ത ഭടൻ സുബേദാർ അത് ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചതിന് ശേഷം ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അതായത് അയാളുടെ ആവശ്യം വളരെ ലളിതമാണല്ലോ, ഒരേ റാങ്കിന് ഒരേ പെൻഷൻ. VP സിംഗിൻ്റെ കാലം മുതൽ ആലോചിച്ചിരുന്നതും ഇപ്പോൾ ശ്രീ ടോം വടക്കൻ പറഞ്ഞതുപോലെ UPA സർക്കാർ അത് ഗൃഹപാഠം ചെയ്ത് അതിൻ്റെ ഫയൽ പൂർത്തിയാക്കിയതും ഒക്കെയാണ് എന്ന് പറയുന്നു. നരേന്ദ്രമോദിയും അക്കാര്യത്തിൽ യോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ളതാണ്. എന്തുകൊണ്ട് അത് നടപ്പാക്കിയില്ല? അല്ലെങ്കിൽ രമേശ് പറഞ്ഞതുപോലെ ഭാഗികമായി നടപ്പാക്കിയെങ്കിൽ ആ കാര്യം എന്തുകൊണ്ട് 1.5 വർഷമായി ജന്തർ മന്ദറിൽ സമരം ചെയ്തുകൊണ്ടിരുന്ന ആ ജവാനെ അറിയിച്ചില്ല, അല്ലെങ്കിൽ അദ്ദേഹം അറിയാൻ ഇടയായില്ല? നിരവധി ചോദ്യങ്ങളുണ്ട്. ഇപ്പോൾ പെൻഷൻ്റെ പേരിൽ തന്നെയാണോ ആത്മഹത്യ നടന്നത് എന്നുവരെ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അങ്ങനെയൊക്കെ പലതും ചോദിക്കാം. പക്ഷേ ഇവിടെ സൈനികരോട് വലിയ ആദരവ് പ്രകടിപ്പിക്കുകയും എല്ലാവരും അപ്രകാരം ചെയ്യണം എന്ന് ആവശ്യപ്പെടുകയും സൈനികരോടുള്ള ആദരവ് രാജ്യസ്നേഹത്തിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ തെളിവായി കണക്കാക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം, ഒരു കൂട്ടർ, ഒരു പാർട്ടി, ആ പാർട്ടിയുടെ ഗവൺമെൻറ്, അവർക്ക് ഈ മരണത്തെക്കുറിച്ച് ഇപ്പോൾ രമേശ് പറഞ്ഞത് വാക്കുകളിലൂടെ നമ്മൾ കേട്ടത് മാത്രം പോരാ, അതിനേക്കാൾ കുറെ കൂടി വ്യക്തമായ വിശദീകരണം ആവശ്യമുണ്ട്. ശ്രീ MT രമേശ്, അരവിന്ദ് കെജ്രിവാളിൻ്റെ ഒരു വാചകമാണ് ട്വിറ്ററിലെ: സോൾജിയേഴ്സ് ഫൈറ്റ് അറ്റ് ദ ബോർഡർ അഗൻസ്റ്റ് എക്സ്റ്റേണൽ എനിമീസ് ആൻഡ് ഫൈറ്റ് വിത്തിൻ ഫോർ ദെയർ റൈറ്റ്സ്. അപ്പോൾ ഈ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ശത്രുരാജ്യങ്ങളോട് പടപൊരുതണം, സ്വന്തം അവകാശത്തിന് വേണ്ടി സ്വന്തം രാജ്യത്തോടും പടപൊരുതേണ്ട ഗതികേടിലേക്ക് അവരെ ആരാണ് എത്തിച്ചിരിക്കുന്നത്? അതിർത്തിയിൽ ജീവൻ നഷ്ടപ്പെടുമ്പോൾ അത് ശത്രുരാജ്യം വകവരുത്തുന്നതാണെങ്കിൽ സുബേദാർ രാംകിഷൻ്റെ ജീവൻ വകവരുത്തിയത് ആരാണ്? സ്വന്തം രാജ്യത്തിലെ ഭരണകൂടത്തോട് പട്ടാളക്കാർ യുദ്ധം ചെയ്യേണ്ടി വന്നിട്ടുള്ളത് 40 വർഷക്കാലമായിട്ട് രാജ്യം ഭരിച്ചവരാണല്ലോ ഉത്തരവാദികൾ. ഇവർ പറയുന്നു ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഹോംവർക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. 40 വർഷത്തെ ഹോംവർക്ക് നടത്തിയിട്ട് ഒരു പദ്ധതി പ്രാവർത്തികമാക്കാൻ പറ്റാത്തവരാണ് 2.5 കൊല്ലക്കാലം കൊണ്ട് ഒരു പദ്ധതിയുടെ പകുതിയെങ്കിലും പ്രാവർത്തികമാക്കിയുള്ള ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തുന്നത്. നേരത്തെ നിങ്ങൾ ആരംഭിച്ചിടത്ത് സൈനികന്മാരുടെ ജീവത്യാഗത്തെക്കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വൈകാരികമായിട്ട് ഞങ്ങൾ പ്രതികരിക്കും, അക്കാര്യത്തിൽ തർക്കമില്ല. സൈനികന്മാർക്കെതിരായി ഉപയോഗിക്കുന്ന വാക്കുകൾ സൈനികന്മാർ വിമർശിക്കപ്പെടാൻ വേണ്ടി പാടില്ല എന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷേ ശത്രുരാജ്യത്തിൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഇന്ത്യൻ സൈനികന്മാർക്കെതിരായി ശത്രുരാജ്യത്തിലെ മാധ്യമങ്ങൾ എങ്ങനെയാണോ പ്രതികരിക്കുന്നത്, അതേ വാർത്തകൾ ഇന്ത്യക്കകത്തെ മാധ്യമങ്ങൾ കൊടുക്കുമ്പോഴും ഇന്ത്യക്കകത്തെ ചില ആളുകൾ ശത്രുരാജ്യത്തിൻ്റെ നാവായി മാറുകയും ചെയ്യുമ്പോൾ അതിനോട് പ്രതികരിക്കേണ്ടത് ഈ രാജ്യത്തിലെ എല്ലാവരുടെയും കടമയാണെന്ന് വിശ്വസിക്കുന്ന ഒരു പൊതുപ്രവർത്തകരാണ് ഞാൻ. ആ വൈകാരികമായിട്ട് തന്നെ പ്രതികരിക്കുകയും ചെയ്യും. ഇവിടെ പ്രശ്നം, ഒരു പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്, സമരം നടന്നു, ജന്തർ മന്ദറിൽ സമരം നടന്നു. ആ സമരം നമുക്ക് എല്ലാവർക്കും അറിയാം. 1 റാങ്ക് 1 പെൻഷൻ പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ ആ സമരസമിതി 2 പിളർന്നു. ഒരു വിഭാഗം ആളുകൾക്ക് അന്ന് പ്രഖ്യാപിച്ച പദ്ധതിയോട് പൂർണ്ണമായി യോജിക്കാൻ വേണ്ടി കഴിയില്ല, ഞങ്ങൾക്കത് പോരാ, അതിലെ നിബന്ധനകൾ പോരാ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ സമരം തുടരുകയായിരുന്നു. പക്ഷേ ഗവൺമെൻറ് പറഞ്ഞു ഈ പദ്ധതി മാത്രമേ പ്രഖ്യാപിക്കാൻ സാധിക്കുള്ളൂ. 10,000 കോടിയിലേറെ രൂപ വരുന്ന വലിയ ബൃഹത്തായ ഒരു പദ്ധതിയാണ് പ്രഖ്യാപിച്ചത്. നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭാരവും അതിൽ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞു, അദ്ദേഹം ഒന്നും ഒളിച്ചു വെച്ചിട്ടില്ലല്ലോ, അദ്ദേഹം പറഞ്ഞു
പറഞ്ഞു 200-300 കോടി രൂപ ചെലവഴിച്ചാൽ ഈ പദ്ധതി പൂർത്തിയാക്കാൻ കഴിയുമെന്നായിരുന്നു എൻ്റെ വിശ്വാസം. പക്ഷേ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് ഇതിൻ്റെ ഫയലുകളിലേക്ക് പോകുമ്പോഴാണ് ഈ പദ്ധതിയുടെ വലിയ ഭാരിച്ച ബാധ്യതയെക്കുറിച്ച് അറിയുന്നത്. അതുകൊണ്ട് 10,000 കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിച്ചു. അതിൽ 5,500 കോടി അനുവദിച്ചു. 5,500 കോടി പട്ടാളക്കാരുടെ കയ്യിലെത്തി. ഇവിടെ ടോം വടക്കൻ പറഞ്ഞല്ലോ ആൾക്ക് കിട്ടിയില്ല. ടോം വടക്കൻ എൻ്റെ കൂടെ വന്നാൽ ഈ പെൻഷൻ ഫണ്ടിൻ്റെ ഭാഗമായിട്ട് പണം കിട്ടിയിട്ടുള്ള മലയാളികളായിട്ടുള്ള വിമുക്ത ഭടന്മാരെ ഞാൻ അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കാം. എനിക്ക് എത്രയോ ആളുകളെ പരിചയമുണ്ട്, കിട്ടിയിട്ടുള്ള ആളുകളുണ്ട്. കഴിഞ്ഞ ദിവസം ദീപാവലി ആഘോഷത്തിൻ്റെ ഭാഗമായി പ്രധാനമന്ത്രി ഈ കാര്യം പറഞ്ഞപ്പോൾ ഈ പെൻഷൻ കിട്ടിയിട്ടുള്ള എത്രയോ വിമുക്ത ഭടന്മാർ പ്രധാനമന്ത്രിക്ക് സന്ദേശം അയച്ചിട്ടുണ്ട്. അപ്പോൾ കിട്ടിയിട്ടുണ്ട്. 4 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. 5,500 കോടി രൂപ അത് ജവാന്മാരുടെ കയ്യിലെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. 5,500 കോടി രൂപ ജവാന്മാരുടെ കയ്യിലെത്തിയിട്ടുണ്ട് എന്നുള്ള പ്രധാനമന്ത്രിയുടെ വാക്കുകൾ തെറ്റാണ് എങ്കിൽ അതിനെതിരായിട്ട് ഇവർ പരാതി കൊടുക്കട്ടെ. ശരി, ഞാൻ താങ്കളേക്ക് തിരികെ എത്താം. ശ്രീ CR നീലകണ്ഠൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ അല്പസമയത്തിനകം അദ്ദേഹം തത്സമയം ഈ ചർച്ചയിൽ പങ്കുചേരുകയും ചെയ്യും. ശ്രീ CR നീലകണ്ഠൻ, ഇവിടെ BJPയുടെ വാദഗതി ഇപ്പോൾ വ്യക്തമാണ്. രമേശ് അത് ആവർത്തിക്കുക വഴി ഇത്ര കാലം ഈ കാര്യത്തിൽ അലംഭാവം കാട്ടിയവരാണോ ഇതിന്മേൽ നടപടികളെടുത്ത ഞങ്ങളെ വിമർശിക്കാൻ മുതിരുന്നത് എന്നാണ്. ഇപ്പോൾ ശ്രീ ടോം വടക്കൻ പറയുകയുണ്ടായി, ഞങ്ങൾ ഗൃഹപാഠം ചെയ്തു, ഞങ്ങളത് നടപ്പാക്കാൻ തീരുമാനിച്ചു, പക്ഷേ ജനവിധി ഞങ്ങൾക്കെതിരായി, അതുകൊണ്ട് ഞങ്ങൾക്ക് നടപ്പാക്കാൻ കഴിഞ്ഞില്ല. ഇവർ നീക്കിവെച്ച തുക പുറത്ത് വന്നിട്ടുള്ളതാണ്, വെറും 500 കോടി. ഇവിടെ ഇത് 10,000 കോടിയുടെ പദ്ധതിയാണ്. 5,500 കോടി അത് നൽകി കഴിഞ്ഞിരിക്കുന്നു, ബാക്കിയുള്ളവർക്കും അത് കിട്ടും എന്ന നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ കണക്ക് പ്രതിരോധത്തിലാക്കുന്നത് ആരെയാണ്? ശ്രീ CR നീലകണ്ഠൻ, യഥാർത്ഥത്തിൽ ഇവിടെ വലിയൊരു പ്രതിസന്ധി നാം നേരിടുന്നുണ്ട്. രണ്ടുപേരും 40 കൊല്ലം വൈകിച്ചവരും 4 കൊല്ലം വൈകിച്ചവരും ഒക്കെ ഇത് പലരുടെ തെറ്റി നമ്മളത് കേട്ടാ മതി. 40 കൊല്ലം വൈകിച്ചവരും 4 കൊല്ലം വൈകിച്ചവരും ഒക്കെ ഇവിടെയുണ്ട്. ഇപ്പോ 1 റാങ്ക് 1 പെൻഷൻ ഇന്ന് ഈ മരിച്ച ആൾ ചോദിച്ച വളരെ ലളിതമായൊരു ചോദ്യമുണ്ട്. കഴിഞ്ഞ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും അദ്ദേഹം പരീക്കറുടെ ഓഫീസിൽ പോയി മന്ത്രിയെ ഒന്ന് എനിക്ക് നേരിട്ട് കാണണം എന്നാവശ്യപ്പെട്ടു. അതിന് അനുമതി കിട്ടിയില്ല. ആ വിഷമത്തിലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത് എന്നാണ് ഇന്നിപ്പോ കൂട്ടുകാർ പറയുന്നത്. അവരുന്നയിച്ച നിരവധി ആവശ്യങ്ങളുണ്ട്. ഒന്ന്, ജസ്റ്റിസ് നരസിംഹം കമ്മീഷൻ ഏകാംഗ കമ്മീഷനാണ്. ആ കമ്മീഷന് തെളിവെടുപ്പിന് വ്യക്തികളെ ഇവർ അനുവദിക്കുന്നതേയില്ല. ഏറ്റവും പ്രധാനം, സംഘടനകളെ മാത്രമേ അനുവദിക്കൂ എന്നാണ് ഇവരുടെ നിലപാട്. ആ നിലപാട് തന്നെ തെറ്റാണ്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഏകാംഗ കമ്മീഷനാണെങ്കിൽ കമ്മീഷന്റെ കൂടെ സൈനിക ഓഫീസർമാരിയിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല, ചെല്ലുന്നവർക്ക് പോലും. ഇത്തരം നിരവധി പരാതികൾ ഇവർ ഉന്നയിച്ചിട്ട് അതൊന്ന് കേൾക്കാൻ പോലും തയ്യാറായില്ല മന്ത്രി. ആ മനോവിഷമമാണ് ഇന്ന് അദ്ദേഹത്തിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് വളരെ കൃത്യമായി അദ്ദേഹവും കൂട്ടുകാരും അത് പറയുന്നുണ്ട്. രണ്ടാമത്തെ വിഷയം, ഇത് വളരെ കാലമായി നിൽക്കുന്നതാണ്, ശരി തന്നെയാണ്. ഇപ്പൊ തന്നെ MP രമേശ് പറഞ്ഞു, ഒരുപാട് ആനുകൂല്യങ്ങൾ നൽകി, ഒരുപാട് സംഗതികൾ നൽകി. പക്ഷേ അവിടെയുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താ? ഇതില് ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടേണ്ട ആൾ വിഭാഗം 86% വരുന്ന വിധവകളും താഴ്ന്ന ലെവലിലുള്ള ഉദ്യോഗസ്ഥന്മാരുമാണ്. ആ ഉദ്യോഗസ്ഥന്മാർക്ക് ഒന്നും കിട്ടിയില്ല. അവർക്ക് അവർക്കെല്ലാം ആനുകൂല്യം കിട്ടിയത് 14% വരുന്ന ഓഫീസേഴ്സിനാണ്. ശമ്പള കമ്മീഷനിൽ വളരെ കാലം 1973 മുതൽ ശമ്പള കമ്മീഷൻ നിശ്ചയിക്കുമ്പോൾ അതിൽ നിന്ന് സിവിലിയൻ ഉദ്യോഗസ്ഥന്മാർ മാത്രമേ ഉള്ളൂ. അതിൽ മിലിറ്ററി ഉദ്യോഗസ്ഥന്മാരില്ല. എപ്പോഴെങ്കിലും അത് പരിഗണിച്ചോ? ഈ BJPയുടെ തന്നെ 2011 കോശ്യാരി എന്ന് പറയുന്ന BJP MPയുടെ നേതൃത്വത്തിലുണ്ടായ കമ്മീഷൻ റിപ്പോർട്ട് കൃത്യമായി അതിൽ പറയുന്നുണ്ട്, 1 റാങ്ക് ഫോർ റിട്ടയർമെന്റ് സമയത്ത് റാങ്ക് ആൻഡ് ടേംസ് ഓഫ് സർവീസ്, ഡേറ്റ് ഓഫ് റിട്ടയർമെന്റ് ഈസ് ഇമ്മെറ്റീരിയൽ. അത് പരിഗണിച്ചിട്ടുണ്ടോ? നിരവധി ചോദ്യങ്ങളുണ്ട്. നേരത്തെ രാഹുൽ ഗാന്ധിയോടൊപ്പം തന്നെ ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹം നിരവധി ചോദ്യങ്ങൾ ചോദിച്ചു. ഇപ്പൊ എന്താ സ്ഥിതി? അന്തരിച്ച ജവാന്റെ ശവശരീരം കാണാൻ പാടില്ല. അതാണ് ഇത്. BJP ആയിരുന്നു പ്രതിപക്ഷത്തെങ്കിൽ മറുപക്ഷത്തെങ്കിൽ എന്തൊക്കെ ഇന്ത്യയിൽ നടക്കുമായിരുന്നു. അതിലേക്ക് വരാം CR, അതിലേക്ക് വരാം. ശ്രീ ടോം വടക്കൻ, നിങ്ങളിത് കാര്യമായി ഗൃഹപാഠം ചെയ്തു എന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രയോഗവുമായി ബന്ധപ്പെട്ട് നല്ല അവബോധം നിങ്ങൾക്കുണ്ടായി എന്നാണല്ലോ അർത്ഥം. പക്ഷേ നിങ്ങൾ നീക്കിവെച്ചത് കേവലം 500 കോടി മാത്രമാണ് എന്ന കണക്കുകൾ പുറത്തു വരുന്നു.
അങ്ങനെയല്ല ഇത് പരിഹരിക്കാൻ കഴിയുക എന്ന് പുതുതായി അധികാരത്തിലെത്തിയപ്പോൾ മോദി സർക്കാരിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. 10,000 കോടി നിശ്ചയിക്കുന്നു, 5,500 കോടി വിതരണം ചെയ്തു എന്ന് പറയുന്നു. ഇതാണ് ശ്രീ എം ടി രമേശിൻ്റെ വാദം. അതിൻ്റെ സാധുത വിമർശിക്കുന്നതിനൊപ്പം ഈ 500 കോടി എന്ന കണക്ക് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? അതെങ്ങനെയാണ് ആകുമായിരുന്നത്? 5,500 കോടി കൊടുത്തിട്ടും ഒരാളുടെ ജീവൻ അതിന് മറുവിലയായി നൽകേണ്ടി